ഉത്തരേന്ത്യയിലെ ഏക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം അതാണ് ഹിമാചൽ പ്രദേശ്. ആ ഹിമാചൽ പ്രദേശ് കൂടി കോൺഗ്രസിനെ നഷ്ടപ്പെടുകയാണ് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്നാൽ നഷ്ടപ്പെടാൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നുമുണ്ട്. അവിടെ ക്രോസ് വോട്ടിംഗ് നടന്നു. രാജ്യസഭാ ഇലക്ഷനിലേക്ക് 6 വോട്ടാണ് BJP സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസിൽ നിന്ന് ലഭിച്ചത്. 3 സ്വതന്ത്രരും വോട്ട് ചെയ്തു. തോറ്റുപോയത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മനു അഭിഷേക് സിംഗ്വിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഹിമാചൽ പ്രദേശിലെ സർക്കാരിനെ നിലനിർത്തുക എന്നത് കോൺഗ്രസിന്റെ പ്രസ്റ്റീജ് പ്രശ്നമായി മാറിയിട്ടുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ ഒരു ഘട്ടത്തിൽ ഉള്ള ഒരു സർക്കാർ, ഉത്തരേന്ത്യയിൽ ഉള്ള ഒരു സർക്കാർ കൂടി നിലംപൊത്തുക എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ച് അത് വലിയ നേട്ടമാണ്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയുമാണ്. കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിനും അതൊരു തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഹിമാചൽ സർക്കാരിനെ സംരക്ഷിക്കണം എന്ന നിലപാടാണ് കോൺഗ്രസിന് ഉള്ളത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇതിനകം തന്നെ കോൺഗ്രസ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. BJP ആകട്ടെ ഏത് വഴി ഉപയോഗിച്ചും ഏത് രീതിയിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക, കോൺഗ്രസിന്റെ ഏക സർക്കാരായ ഉത്തരേന്ത്യയിലെ ഏക സർക്കാരായ ഹിമാചൽ സർക്കാരിനെ താഴെയിറക്കുക എന്ന ലക്ഷ്യമായി മുന്നോട്ട് പോവുകയാണ്. അതിന് എത്ര കോടി രൂപ വേണമെങ്കിലും അവർ മുടക്കാൻ തയ്യാറാകുന്നു എന്ന സൂചനകളാണ് ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം കോടിക്കണക്കിന് രൂപയാണ് ഓപ്പറേഷൻ താമര എന്ന പേരിൽ BJP ഓരോ സംസ്ഥാനത്തും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് MPമാരെ, MLAമാരെ, മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ കൂറുമാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വളരെ വേഗത്തിൽ BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിനു മുമ്പ് തന്നെ കോൺഗ്രസിനെ ദുർബലമാക്കുക, ഇന്ത്യ മുന്നണിയെ ദുർബലമാക്കുക എന്നത് BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും അവർ കൃത്യമായി നടത്തുന്നുമുണ്ട്. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നിടത്താണ് കോൺഗ്രസിന്റെ ദൗർബല്യം നിലനിൽക്കുന്നത്. ഇപ്പോൾ ഹിമാചൽ പ്രദേശ് നോക്കൂ, അവിടെ 68 സീറ്റാണ് നിയമസഭയിലുള്ളത്. ഭൂരിപക്ഷത്തിന് 35 സീറ്റ് വേണം. കോൺഗ്രസിന് 40 സീറ്റുണ്ട്. BJPക്കാകട്ടെ നിയമസഭയിൽ 25 സീറ്റാണുള്ളത്. 25ഉം പിന്നീട് സ്വതന്ത്രന്മാരും ഇതിനകം തന്നെ BJPയോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഈ 3 സ്വതന്ത്രന്മാർ കോൺഗ്രസ് സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് അവരോടൊപ്പം നിൽക്കുന്നവരാണ്. അവരെയാണ് അടർത്തി മാറ്റാൻ BJPക്ക് കഴിഞ്ഞത്. അവരെ BJP പക്ഷത്ത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ 25 കൂട്ടണം 3 സമം 28. ഇനിയും മാജിക് നമ്പറിലെത്താൻ 7 സീറ്റുകൾ കൂടി വേണം. 35ആണ് ഭൂരിപക്ഷത്തിനുള്ള മാജിക് നമ്പർ. ആ മാജിക് നമ്പറിലെത്താൻ ഇനിയും 7 സീറ്റ് വേണം. അതിൽ 6 പേർ ഇതിനകം തന്നെ കോൺഗ്രസിൽ നിന്ന് കൂറുമാറി BJP പക്ഷത്ത് എത്തിയിട്ടുണ്ട്. ഈ 6 പേർ കൃത്യമായും രാജ്യസഭാ ഇലക്ഷനിൽ ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി മനു അഭിഷേക് സിംഗ്വിക്കും അതോടൊപ്പം BJP സ്ഥാനാർത്ഥി ഹർഷ് മഹാജനും 34 വോട്ടുകൾ വീതം ലഭിച്ചത്. നറുക്കെടുപ്പിൽ ഹർഷ് മഹാജൻ ജയിക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥി മനു അഭിഷേക് സിംഗ്വി പരാജയപ്പെടുകയും ചെയ്തു. ഇതാണ് അവിടെ നടന്ന സ്ഥിതി. അതുകൊണ്ട് അവരുടെ കയ്യിൽ ഇപ്പോൾ 34 വോട്ടുകളുണ്ട് BJPയുടെ കയ്യിൽ. ഇനി വേണ്ടത് ഒരേ ഒരു വോട്ടാണ്, ഒരേ ഒരു സീറ്റാണ്. അത് കോൺഗ്രസിൽ നിന്ന് തന്നെ അടർത്തി എടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇപ്പോൾ നിലവിൽ BJPക്കുണ്ട്. അതിന് ആളെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അത് ആരാണ് എന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. വരും ദിവസങ്ങളിൽ അത് വെളിച്ചത്ത് വരും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. കാരണം BJPക്ക് 35-ലെത്താൻ 7 MLAമാരെ വേണം. അതിൽ 6 പേർ ആയിക്കഴിഞ്ഞു. ഇനി ഒരാളാണ് വേണ്ടത്. ആ ഒരാൾ ആര് എന്നതാണ് ചോദ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഹിമാചൽ പ്രദേശിൽ സർക്കാർ താഴെ വീഴുന്ന അവസ്ഥയുണ്ടാകുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വൻ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ സർക്കാരിനെ നിലനിർത്തുക എന്നത് കോൺഗ്രസിന് അഭിമാന പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം ഇന്ത്യ മുന്നണിയുടെയും അഭിമാന പ്രശ്നമായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് 2 നിരീക്ഷകരെ ഹിമാചൽ പ്രദേശിലേക്ക് അയക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്നത്. അതിലൊന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായ ഭൂപീന്ദർ സിംഗ് ഹൂഡയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം പോകുന്നത് DK ശിവകുമാറാണ്. കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ്, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ഈ 2 നേതാക്കളും, അതിൽ പ്രത്യേകിച്ച് DK ശിവകുമാർ കോൺഗ്രസിന്റെ എല്ലാ കാലത്തും എപ്പോഴും ഓപ്പറേഷൻ താമര എവിടെയൊക്കെ നടക്കുന്നോ അതിനെ തടയാൻ വേണ്ടി കോൺഗ്രസ് രംഗത്തിറക്കുന്ന നേതാക്കളിൽ പ്രധാനിയാണ് DK ശിവകുമാർ. അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ നാം കണ്ടതാണ്. അതേപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും DK ശിവകുമാറിനെ വിളിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. കോൺഗ്രസിന്റെ BJPക്ക് എതിരായി നിൽക്കുന്ന ഏറ്റവും കരുത്തനായ നേതാവായി DK ശിവകുമാർ മാറുന്നു. ദേശീയ തലത്തിൽ തന്നെ അത് ശ്രദ്ധേയമായ നീക്കമായി കാണുന്നു. ദേശീയ മാധ്യമങ്ങൾ DK ശിവകുമാറിന്റെ ഇടപെടലിനെ കുറിച്ച് വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താഴെ വീഴാൻ നിൽക്കുന്ന സർക്കാരാണ് ഹിമാചൽ പ്രദേശിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ സർക്കാരിനെ നിലനിർത്താൻ DK ശിവകുമാറിന് കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി മാറും. DK ശിവകുമാർ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന നേതാവായി മാറും.
DK ശിവകുമാറിന്റെ പ്രവർത്തനം ദേശീയ തലത്തിലേക്ക് മാറ്റാൻ അതോടുകൂടി കഴിയും. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ രക്ഷകനായി DK ശിവകുമാർ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രയും പ്രാധാന്യമുള്ള ഒരു ഉത്തരവാദിത്തമാണ്, ദൗത്യമാണ് DK ശിവകുമാറിനെ ഏൽപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം. അവിടെ വിജയിക്കുകയാണെങ്കിൽ, അതിൽ DK ശിവകുമാർ വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും DK ശിവകുമാർ ആയിരിക്കും നാളെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായി വരിക. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ രക്ഷകനായി DK ശിവകുമാർ മാറുകയും ചെയ്യും. അത് DK ശിവകുമാറിന്റെ പൊളിറ്റിക്കൽ കരിയർ വലിയ മാറ്റമുണ്ടാക്കുമെന്ന കാര്യം സംശയമേ ഇല്ല. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു നേതാവ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലേക്ക് വരികയും ദേശീയ നേതൃത്വം വളരെ ശ്രദ്ധേയമായി മാറുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും. അതിലേക്ക് എത്തണമെങ്കിൽ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് സർക്കാർ നിലനിൽക്കേണ്ടതുണ്ട്. അതിൻ്റെ ഇടപെടൽ എത്രമാത്രം നടത്താൻ DK ശിവകുമാറിന് കഴിയും? BJPയുടെ മസിൽ പവറിനോടും മണി പവറിനോടും പോരാടാൻ DK ശിവകുമാറിന് കഴിയുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. അവിടെ വിജയിച്ചാൽ അത് കോൺഗ്രസിന്റെ വിജയമാണ്, അത് DK ശിവകുമാറിന്റെ വിജയമാണ്. DK ശിവകുമാർ എന്ന നേതാവിന്റെ ഉദയം കൂടിയായിരിക്കും, ദേശീയ തലത്തിലുള്ള ഉദയം കൂടിയായിരിക്കും ആ ഒരു ദൗത്യത്തിന്റെ വിജയം എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ നടക്കാൻ പോകുന്നത്. ജയിച്ചാൽ കോൺഗ്രസ് DK ശിവകുമാറിന്റെ കയ്യിൽ, തോറ്റാൽ കോൺഗ്രസിൽ നിന്ന് DK ശിവകുമാർ വീണ്ടും കർണാടകയിലേക്ക് ഒതുക്കപ്പെടും എന്ന കാര്യത്തിലും സംശയമേ വേണ്ട.